ഇക്കഴിഞ്ഞ സിവിൽ സർവീസസ് പരീക്ഷയിൽ 57ാം റാങ്ക് നേടിയ തിരുവനന്തപുരം നരുവാമൂട് സ്വദേശിനി ശ്രീജയ്ക്ക് പിന്തുണ നൽകിയത് ഫോർച്യൂൺ IAS അക്കാദമിയാണ്. അക്കാദമിയിലെ ചിട്ടയായ പഠനമാണ് തന്നെ ഒന്നാം റാങ്ക് നേടാൻ സഹായിച്ചതെന്ന് ശ്രീജ 24-നോട്. സിവിൽ സർവീസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ 57ാം റാങ്കിൻ്റെ തിളക്കത്തിലാണ് ശ്രീജയെ ഈ 57ാമത് റാങ്കിലേക്ക് എത്തിച്ച ഫോർച്യൂൺ IAS അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. സാറേ, എന്താണ് ഈ നിമിഷത്തിൽ തോന്നുന്നത്? വളരെയധികം സന്തോഷം. ശ്രീജ നമ്മുടെ പ്രിലിംസ് കം മെയിൻസ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ശ്രീജ എല്ലാ സ്റ്റേജും കടന്ന് ഇന്നിപ്പോൾ ശ്രീജ 57ാമത്തെ റാങ്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്കും എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. പഠിക്കാൻ മിടുക്കിയായിരുന്നു? തീർച്ചയായിട്ടും നല്ല മിടുക്കിയായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നിരുന്നു അത് കുറച്ചധികം, പക്ഷേ വളരെ മിടുക്കിയായിരുന്നു. നന്നായി എഴുതുമായിരുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇൻ്റർവ്യൂവിനും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടിയതിൽ എല്ലാവർക്കും സന്തോഷം, അക്കാഡമിക്കും സന്തോഷം. നേരത്തെ പ്രതീക്ഷ ഉണ്ടായിരുന്നിരുന്നു തീർച്ചയായിട്ടും. ശ്രീജ അത്ര നന്നായി തന്നെയായിരുന്നു പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീജയോട് നമ്മൾ പറയുമായിരുന്നു റിസൾട്ട് കിട്ടും, പേടിക്കണ്ട എന്നുള്ള കാര്യം. സോ പ്രതീക്ഷ ഉണ്ടായിരുന്നു ശ്രീജ നന്നായിട്ട് ഒരു നല്ല റാങ്കോടുകൂടി വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശ്രീജ IFSലേക്കാണ് പോകാൻ താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞു. എന്താണ് അക്കാദമി പ്രവർത്തകരോട് അല്ലെങ്കിൽ അധ്യാപകരോട് പറയാനുള്ളത് ഈ നിമിഷം? അച്യുത് സാർ എൻ്റെ മെയിൻസും ഇൻ്റർവ്യൂവിൻ്റെ മെൻറ്ററായിരുന്നു. എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. സാറ് ഭയങ്കര പോസിറ്റീവായിരുന്നു. ഞാൻ വിചാരിക്കും സാർ ഇപ്പം എന്നെ വഴക്ക് പറഞ്ഞാൽ എല്ലാം പൊട്ടത്തരം ഒക്കെ എല്ലാം എഴുതി വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ സാറ് പേപ്പർ കണ്ടിട്ട് പറയും, ഇത് നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഇത് നല്ല പോയിൻറ്റ്സ് ഒക്കെ ആണല്ലോ എന്നൊക്കെ പറയും. അപ്പം ഭയങ്കര മോട്ടിവേഷനായിരുന്നു. സത്യം പറഞ്ഞാൽ സാറ് മെയിൻസ് കഴിഞ്ഞപ്പോഴും സാറ് പറഞ്ഞു എന്തായാലും ലിസ്റ്റിൽ കയറും, പേടിക്കാവൊന്നുമില്ല. ഇപ്പോൾ 2 ദിവസം മുന്നേയും സാർ ഇങ്ങനെ പറഞ്ഞു ഒന്നും നോക്കാനില്ല, എന്തായാലും ലിസ്റ്റിൽ കയറും. അപ്പം ഫൈനലി കയറി. അപ്പോൾ സാറ് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഈ വിജയം സമർപ്പിക്കുന്നത് അക്കാദമിക്ക് തന്നെയാണ്. ഓഫ് കോഴ്സ് ഫോർച്യൂൺ തന്നെയാണ് എൻ്റെ വിജയം. അച്യുത് സാറ് പിന്നെ നിതിൻ സാറ് എൻ്റെ ഓപ്ഷണൽ മെൻറ്ററായിരുന്നു. ഇൻ്റർവ്യൂവിൽ മെയിൻസിലും സാറ് എനിക്ക് മെൻറ്റർഷിപ്പ് തന്നിട്ടുണ്ട്. പിന്നെ അനന്തു എന്ന് പറയുന്ന സാറായിരുന്നു പ്രിലിംസിൽ എൻ്റെ മെൻറ്റർ. അപ്പം ഫോർച്യൂണിന് തന്നെയാണ് എൻ്റെ വിജയം. ഫോർച്യൂൺ അതിൻ്റെ ടാഗ്ലൈനിൽ പറയുന്ന പോലെ ഇറ്റ്സ് മോർ ദാൻ ജസ്റ്റ് എൻ അക്കാഡമി. ഇമോഷണൽ സപ്പോർട്ട് ആവട്ടെ, ഏത് രാത്രിയാണെങ്കിലും വട്ടുപിടിച്ച് വരെ ആരെങ്കിലും വിളിച്ച് അവരെന്തെങ്കിലും ഫോൺ എടുത്തിരിക്കും, നമ്മളെ സമാധാനപ്പെടുത്തിയിരിക്കും. അതാണ് നമ്മുടെ ഫോർച്യൂൺ. ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ശ്രീജയ വിജയത്തിലേക്ക് എത്തിയ അക്കാദമിക്കും ഒപ്പം ശ്രീജയ്ക്കും അഭിനന്ദനങ്ങൾ. ശ്രീധർ 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.